എല്ലാവരും സ്കൂൾ പഠിക്കുന്ന കാലത്ത് എല്ലാവരും ഒന്നുമില്ല, ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഒരു ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു കേട്ടോ. ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടുള്ള ഒരു ബീട്രൂട്ട് അച്ചാർ ഒരു തെളിഞ്ഞ് കാണുന്ന പാക്കറ്റിൽ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് നമ്മൾ 50 പൈസക്കും 25 പൈസക്കൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അത് തീരെ കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ബീട്രൂട്ട് കിട്ടിയപ്പോൾ നമ്മൾ ഊഹത്തിനൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണേ. കുട്ടിയായി ഇന്നത്തെ നൊസ്റ്റാൾജിയയിൽ ബെസ്റ്റ് ഓർമ്മയാണ് കേട്ടോ. ഇതുകൊണ്ട് ഈ ഒരു ബീട്രൂട്ട് അച്ചാർ കൊണ്ട് ചോറുകളൊക്കെ ചവപ്പിച്ചതിൻ്റെത്. അപ്പോൾ നമുക്ക് കുറേ പറഞ്ഞ് നീട്ടാണ്ട് എന്തൊക്കെയാണിത് ചെയ്തെടുത്തതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുഴുവനോണ്ടൊന്നും ഇത് ഉണ്ടാക്കണില്ല, കുറച്ച് നമുക്ക് ഉപ്പിലിട്ട് വെക്കാം. അപ്പോൾ നമ്മളിങ്ങനെ അരിഞ്ഞ് തൊലി കളഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യൂബായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം വാഷ് ചെയ്തിട്ട് കളയാണ് കേട്ടോ. നല്ലോണം വാഷ് ചെയ്യണം. നമ്മൾ ഈ ഒരു ബീട്രൂട്ട് മണ്ണിനടിയിൽ ഉണ്ടാവണ ഒരു സസ്യം ആയതുകൊണ്ട് തന്നെ അതിന്മേൽ നല്ല മണ്ണും ചെളിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്തെടുക്കണേ. ഒരു 4-5 തവണ വാഷ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഓരോ പീസും ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് എരിവിനായിട്ട് ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് കേട്ടോ ഒരു പച്ചമുളക് ഇട്ടത്. നല്ല എരിവുണ്ട് വിചാരിച്ചിട്ട്, പക്ഷേ ഈ മുളക് സത്യത്തിൽ ഒരു എരിവൊന്നും ഇല്ലായിരുന്നു. ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തൊരു പ്ലെയിൻ ആയിട്ടുള്ള അച്ചാറായിരുന്നില്ലേ അന്ന് കഴിച്ചതിൻ്റെത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഊഹത്തിന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടണ്ട, എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പീസുകളും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനത് വഴറ്റിയെടുക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു പച്ചച്ചുവ ഉണ്ടല്ലോ ബീട്രൂട്ടിന് വേണ്ടിയിട്ടുള്ളത്, ആ ഒരു പച്ചച്ചുവ ഈ അച്ചാറിൽ വരാണ്ടിരിക്കാനാണ് കേട്ടോ. അവരെന്ത് ചെയ്തിട്ടോ അത് ഉണ്ടാക്കിയെന്നതൊന്നും എനിക്കറിയില്ല. അപ്പം നമ്മൾ ഇത്രയും നാളത്തെ ഒരു കുക്കിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ ചെയ്ത് നോക്കണമെന്ന് മാത്രം കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഓവറായിട്ട് കുക്ക് ചെയ്യല്ല, ജസ്റ്റ് ആ ഒരു പച്ചച്ചുവ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ നമുക്ക് അരച്ചെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിതൊരു 4-5 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് ഫുള്ളായിട്ട് കുക്കായിട്ടൊന്നുമില്ല, ഉള്ളൊക്കെ ജസ്റ്റ് ഒന്ന് കുക്കാവാനുണ്ട്. ഞാനൊരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ ഈ എണ്ണയിൽ വഴറ്റി വരുമ്പോൾ ഒരു ചുവന്ന കളറ് വെള്ളമായിരിക്കും കേട്ടോ അതിൻ്റെ ചുവട്ടിൽ കാണുക. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് വരും. അതിനർത്ഥം ഉള്ളു കുക്കായിട്ടൊന്നുമില്ല, പക്ഷേ ഓൾറെഡി ആയിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എന്നാണ്. നമ്മളതവിടെ ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഉപ്പിലിടുകയും ചെയ്യാം. എല്ലാവർക്കും അറിയണ രീതിയിൽ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ കയ്യിൽ കുപ്പിയിൽ സുർക്കൻ്റെ വെള്ളം ഉണ്ട് കേട്ടോ. നമ്മൾ വിനിഗർ ആദ്യം യൂസ് ചെയ്ത അച്ചാറിൻ്റെതാണ്. അപ്പോൾ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാന്നുള്ള പ്ലാനിൽ നമ്മൾ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വെറുതെ ആ വിനിഗർ വേസ്റ്റ് ആവണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെക്കുന്നുണ്ട്. ഗ്ലാസ് ജാറാണ്, അത് ഒരിക്കലും മറക്കരുത്. ഗ്ലാസ് ജാർ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ വിനിഗറും അങ്ങനത്തെ പുളിയുള്ള എന്ത് കാര്യമാണെങ്കിലും ജാറിൽ ഇടുമ്പോൾ ഗ്ലാസ് ജാറിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. അല്ലാഞ്ഞാൽ നമ്മൾക്ക് ഹെൽത്തിന് കേടാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിനായിട്ടൊക്കെ ഈ ഒരു ആസിഡുകൾ പ്രവർത്തിച്ച് അതൊരു പണി കിട്ടും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിച്ച് ബാക്കിയുള്ള ബീട്രൂട്ടൊക്കെ ഉപ്പിലിട്ട് വന്നപ്പോഴേക്കും ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പം മിക്സിയുടെ ചെറിയ ജാർ എടുക്കാൻ ശ്രദ്ധിക്കണം. വലിയ ജാറിലാവുമ്പോൾ ഇങ്ങനെ കെട്ടാണ്ടൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ പ്രയാസപ്പെടുന്നോല് കുറച്ച് വിനിഗർ ആഡ് ചെയ്തിട്ട് അരച്ചെടുത്തോളൂ, പ്രശ്നമില്ല. നമ്മൾ ഓൾറെഡി ഇനി വിനിഗറൊക്കെ ആഡ് ചെയ്യാൻ നിൽക്കണം, അപ്പോൾ കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഇതിൻ്റെ കളർ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ എക്സാക്റ്റ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചതിൻ്റെ അതേ കളറാണ്. പക്ഷേ ഇതെന്താ വെച്ചാൽ നമ്മൾ ഫ്ലാഷ് ഓണാക്കിയിട്ടാണ് ചെയ്യണത്, അതുകൊണ്ടാണ് കേട്ടോ ഇതൊരു റെഡിഷായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആ ചട്ടി തന്നെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടി ഞാൻ കേക്കിയിട്ടൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് ആ ഒരു കളർ ചേഞ്ച് കാണുന്നത്. നമ്മൾ വിനിഗർ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തിളച്ച ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ വയറ്റിയടിച്ച വേപ്പിലൊക്കെ അതിൽ കിടക്കണമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിലൊന്നും കടിക്കാനും ഒന്നും തടയാനൊന്നും പാടില്ല, ജസ്റ്റ് നന്നായിട്ട് അരഞ്ഞ പേസ്റ്റ് മാത്രമായിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഈ വിനിഗറിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് പുളിയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് വറ്റി വരണം കേട്ടോ. അത് വിചാരിച്ച് ഓവറായിട്ട് കുക്കായി മറ്റേ ഉപ്പേരിയുടെ ഫ്ലേവറൊന്നും ആവാൻ വരെ വെയിറ്റ് ചെയ്യരുത്. നമ്മളിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ തിളപ്പിച്ച്
ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് എക്സാക്റ്റ് കളറ് കിട്ടിയിട്ടുണ്ട്. ഒരു ഇത്തിരി വിനിഗർ കൂടി ഞാൻ ആ ഒരു ജാറ് കഴുകിയിട്ട് പാർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ അതേ ഒരു കളറാണെന്നുള്ള. ഞാൻ പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോഴും കളറിന് ജസ്റ്റ് ഒരു ഷെയ്ഡ് വ്യത്യാസമുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കുട്ടികളൊന്നും സത്യത്തിൽ ഇതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ. ഞാനിത് മക്കൾക്ക് കൊടുത്ത പോലൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കണുണ്ട് കേട്ടോ. അവർ ഈ പാക്കറ്റ് അച്ചാറൊന്നും ഇങ്ങനത്തത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഒന്നും കിട്ടാനുമില്ല കേട്ടോ ഈ പഴയ ഓർമ്മകളൊക്കെ ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് അച്ചാർ. അപ്പോൾ ഇതൊക്കെ മിസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കണേ. അതേപോലെ തന്നെ ഇത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്കും ചെയ്തോളൂ കേട്ടോ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരേക്കും ബായ്.